ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു 2 മാസത്തോളമൊക്കെ ആയി കാണും. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരു 5 days ബാക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വീണ്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്പീസൊക്കെ എന്താ പറയുക ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രൗണി കപ്പ് കേക്കാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. ഫഡ്ജി ബ്രൗണിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബ്രൗണി നമുക്ക് ആർക്ക് വേണമെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടറും ചോക്ലേറ്റ്സും ഒക്കെ ആവശ്യമുണ്ട്. അത് ആദ്യം നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഡബിൾ ബോയിലിംഗ് ഞാനിപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാ ഇവിടെ അത് ഞാൻ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടുന്നത് 3 മുട്ടയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 മുട്ടയുടെ കൂടെ ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പൊടിച്ച പഞ്ചസാര, ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് നമുക്ക് അളന്നാലും മതിയാവും. ഇവിടെ ഞാൻ ഗ്രാമിലാണ് അളന്നിരിക്കുന്നത്. കപ്പ് വൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ ഗ്രാമിൽ എടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണി കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കപ്പിലും കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് ആ ക്രിങ്കിൾ ടോപ്പും കാര്യങ്ങളും ഒന്നും കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഗ്രാം വൈസായിട്ട് ചെയ്തെടുക്കുമ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എന്താ പറയുക, നല്ലതുപോലെ പഞ്ചസാര നമ്മൾ മുട്ടയായിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതേപോലെ ഫ്ലോറും കൊക്കോ പൗഡറും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓവർ മിക്സിങ് പാടില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇതേപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ബ്രൗണിയുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയാവും കേട്ടോ. ഇപ്പം ഞാനിവിടെ കപ്പ് കേക്ക്സ് ഉണ്ടാക്കുന്ന ആ ഒരു പേപ്പർ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇവിടെ 170 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ്സ് ആണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്ക് ഓവൻ പല രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചൂട് ക്രമീകരിച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 180 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 170 to 175 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുകൾ ഭാഗമൊക്കെ നല്ല ക്രിങ്കിൾ ടോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രൗണി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് ക്രിങ്കിൾ ടോപ്പ് വീഴുന്നില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചിട്ട് മുട്ടയായിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ വേറൊരു മോഡിൽ ഒഴിച്ച ആ ഒരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്രാക്കൊക്കെ വീഴുന്നത് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രൗണി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം കപ്പ് കേക്കിലാണെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ സ്നാക്സിന് വെച്ച് കൊടുക്കാനും നല്ല എളുപ്പമായിരിക്കും. വല്ലപ്പോഴൊക്കെ അവർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബ്രൗണി അല്ലാതെ ഹെൽത്തി വൈസായിട്ട് നിങ്ങൾക്ക് ബ്രൗണിയുടെ റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.